ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രേഷൂസ് ചാനൽ. ഞാൻ ഓണത്തിന് തഞ്ചാവൂരിലേക്കൊരു യാത്രയാണ് ട്രെയിനിൽ. അമ്മ, കുട്ടികൾ, കസിൻസ്, ഫ്രണ്ട്സ് ഇങ്ങനെ എല്ലാവരുമായിട്ടൊരു യാത്രയാണ്. ഫസ്റ്റ് ഇളങ്ക റെസിഡൻസിയിൽ പോയി റൂം എടുത്തു. അതിനുശേഷം ഫ്രഷായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. നല്ലൊരു കോഫിയൊക്കെ കുടിച്ചു. പാലസിലേക്കാണ് ഫസ്റ്റ് പോയത്. പാലസിൽ ചെന്നതും നല്ല മ്യൂറൽ പെയിൻറ്റിങ്സ് കാണാം. അത്യാവശ്യം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നൊരു വൈബുള്ള കുറേ പെയിൻറ്റിങ്സ്. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ കുറേ ഡാൻസിങ് ടോയുണ്ട്, കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ കാണാനായിട്ട്. പഴയ കാലത്തുള്ളതാണ്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ കയറി. ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബൃഹത്വേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോയത്. ബൃഹത്വേശ്വര ക്ഷേത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത് തഞ്ചാവൂർ എന്ന് പറയുമ്പോൾ. അവിടെ പോയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണത്. കാരണം ആ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കരിങ്കല്ലിലാണ്. ഫുള്ള് കരിങ്കല്ലിൽ കൊത്തിയിരിക്കുവാണ്. അമ്പലത്തിൻ്റെ സ്റ്റെപ്സ് ആയിക്കോട്ടെ, നമ്മൾ നടക്കുന്ന ഓരോ തറകൾ പോലും കരിങ്കല്ല് ഫുള്ള് പാകിയിരിക്കുവാണ്. അമ്പലത്തിന് എത്രയോ അറകൾ കടന്ന് കടന്നാണ് നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറുന്നത്. അങ്ങനെ ഓരോ അറകൾക്കും ഓരോ ഗോപുരങ്ങൾക്കും ചുറ്റുമതിലും കാര്യങ്ങളും എല്ലാം തന്നെ കരിങ്കല്ലാണ്. കുറേ സ്റ്റെപ്സ് നമ്മൾ കയറണം. കയറി ഇറങ്ങുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഓരോ ഭഗവാനെയും ദേവിമാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മെയിനായിട്ട് അവിടെ മഹാദേവനാണ്. വലിയൊരു ശിവലിംഗമാണ്. അതുപോലെ തന്നെ നന്ദികേശൻ, അതും നല്ലൊരു വലിപ്പത്തിലുള്ളതാണ്. പിന്നെ ഈവനിങ് പോയാലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓണമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് ഈവനിങ് കയറി തൊഴാൻ ശ്രമിക്കുക. കാരണം അവിടെ ഒരു സൂര്യാസ്തമയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമുക്കൊരുപാട് അതിശയമായിട്ട് തോന്നിക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം ഇത്രയും ഉയരത്തിലൊക്കെ ഈ കരിങ്കല്ല് ആ നൂറ്റാണ്ടിലൊക്കെ കൊണ്ടുവച്ച് ചെയ്തെടുത്തല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്തായാലും ബൃഹത്വേശ്വര ക്ഷേത്രം സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ കുംഭകോണത്തുള്ളൊരു അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ നവഗ്രഹ ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് പോയി കാണാനായിട്ട്. അവിടെ ഈ പറഞ്ഞ ചില അമ്പലങ്ങളിൽ കൊടിമരമുണ്ട്, ചിലയിടത്ത് കൊടിമരങ്ങളില്ല. അതും ഓൾമോസ്റ്റ് കരിങ്കല്ലിൽ തന്നെയാണ്. പിന്നെ കുറേ ഗോപുരങ്ങളൊക്കെ ഉണ്ട്. മിക്ക അമ്പലങ്ങൾക്കും ഗോപുരം പണിതിട്ടുണ്ട്. അതുപോലെ അകത്ത് നല്ല സ്പേസാണ്. ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പല അമ്പലങ്ങളിലകത്ത് ചെല്ലുമ്പോഴേക്കും. എന്തായാലും തഞ്ചാവൂർ എന്ന് പറയുന്നത് അമ്പലമാണ്. അമ്പലം വൈബാണ് തഞ്ചാവൂർ എന്ന് പറയുന്നത്. ഉപ്പിലിയപ്പൻ എന്നും പറഞ്ഞൊരു കോവിലുണ്ട്. തിരുപ്പതി ഭഗവാനാണെന്നാണ് പറയുന്നത്. പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ വന്നു. അവിടെ ഫുള്ളും ഈ പറഞ്ഞ ഒരുപാട് സ്ഥലത്തിന് നടുക്കൊരു കെട്ടിടമാണ്. അതിന് ഫസ്റ്റിൽ തന്നെ ഒരു ട്രെയിൻ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. വെറുതെ ഒരു ഭംഗിക്കായിരിക്കുമെന്ന് ഞാൻ ആദ്യമേ കരുതിയത്. പക്ഷേ ഭംഗിക്കല്ല എന്നുള്ളത് മ്യൂസിയം ഫുള്ള് കണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും അതിൽ കുറച്ച് ആളുകളിരിക്കുന്നു. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഈ ട്രെയിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഈ മ്യൂസിയത്തിന് ചുറ്റും ഒന്ന് നമ്മളെ ഒന്ന് കൊണ്ടു നടന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വാതിൽക്കൽ കൊണ്ടിറക്കും. വെറുതെ ഒരു എൻജോയ്മെൻറ്റ്, അത്രേ ഉള്ളൂ. അങ്ങനെ മ്യൂസിയത്തിനകത്ത് കയറി. അവിടെ തന്നെ ആദ്യമേ തഞ്ചാവൂരിൻ്റെ ഫുൾ സ്ട്രക്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തഞ്ചാവൂർ എന്താണെന്നുള്ളത് ആ സ്ട്രക്ചറിൽ നോക്കി അറിയാൻ പറ്റും. നദികളും അവിടുത്തെ അമ്പലങ്ങളും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ആ സ്ട്രക്ചറിലുണ്ട്. പിന്നെ ബൃഹത്വേശ്വര ക്ഷേത്രം അതും അതുപോലെ തന്നെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം, അത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എത്ര അറകൾ കടന്നിട്ടാണ് മെയിൻ ഗോപുരത്തിനകത്ത് നമ്മൾ കയറുന്നതെന്നുള്ളത്. അത് ഫുള്ളും അവിടെ ഉണ്ട്. പിന്നെ കുറേ പെയിൻറ്റിങ്സ്, നല്ല നല്ല പെയിൻറ്റിങ്സ്, കുറേ വുഡൻ ക്രാഫ്റ്റ്സ് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് വുഡൻ ക്രാഫ്റ്റ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്നു കുറേ ഡാൻസിങ് ടോയ്. അത് ഈ കപ്പിൾസായിട്ടുള്ള ഡാൻസിങ് ടോയ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഗ്ലാസ് കട്ട് വർക്കാണ്. അതൊക്കെ ഇപ്പോഴും നല്ല പുതുമ നഷ്ടപ്പെടാതെ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെയാണ്. ഈ വുഡനിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഷെല്ലും വുഡനും ഒക്കെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്താൽ അവർക്കും ഈ പറഞ്ഞ കണക്ക് എത്ര പ്രായമായാലും മനസ്സിൽ കിടക്കും. അത്ര നല്ല ഭംഗിയുള്ള, അതുപോലെ ഒരു കൃഷ്ണനും രാധയും വെങ്കലത്തിൽ പണിതിരിക്കുന്നു. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ കരകാട്ടമൊക്കെ നമ്മുടെ കുട്ടികൾ അപൂർവമായിട്ട് കാണുന്നതല്ലേ, കരകാട്ടവും മേളവും ഒക്കെ. കുറേ വാദ്യോപകരണങ്ങൾ, പഴയ കാലത്തെ വാദ്യോപകരണങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കലകൾ, ഇപ്പം ഇല്ലാത്ത കുറേ കലകളുണ്ട്. പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ നമ്മുടെ കുറേ തിങ്സ്, എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് കൃഷിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ സാധനങ്ങൾ. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ എല്ലാം അതിന് പകരം യന്ത്രങ്ങളായതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. കലപ്പ കലപ്പ എന്താണെന്നോ കലപ്പയുടെ ഉപയോഗം എന്താണെന്നോ ഒന്നും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. പിന്നെ കാളവണ്ടിയൊക്കെ അവർക്ക് ചിലപ്പോൾ നമ്മൾ പിക്ചറിൽ കൂടെ ചിലപ്പോൾ നമ്മളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റ് ഇതായിരുന്നു കാളവണ്ടി, ഇങ്ങനെയായിരുന്നു കാളവണ്ടി ഇരുന്നതെന്നുള്ളത് കുട്ടികൾക്ക്
കണ്ണിൽ കാണാൻ പറ്റുമല്ലോ. പിന്നെ അന്നത്തെ കലകളുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന അന്നത്തെ കലാരൂപങ്ങൾ അവിടെ അതെല്ലാം അതുമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു കാഴ്ചയായിരുന്നു മ്യൂസിയത്തിൽ. തിമിംഗലത്തിൻ്റെ അസ്ഥികൂടം ഫുള്ളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒറിജിനലാണ്. പിന്നെ MGR ജംഗ്ഷനിലേക്ക് നേരെ വരുന്നു ഞങ്ങൾ. അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈവനിങ് 6:25 ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക. കുറച്ചുകൂടെ നേരം നിൽക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടക്കത്തില്ലല്ലോ. അങ്ങനെ ട്രെയിൻ 6:40 ബായ്.